സൂചേട്ടനാണ് അല്ലേ? അല്ലേ, സുധിലയും പേര് പോലെ തന്നെ മൊത്തം സൂചേട്ടനാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി. സുധിയുടെ ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിന് അവര് തന്നെ പറഞ്ഞതാണ്, ഞങ്ങള് വല്ല വായിക്കണം ഒന്നെങ്കിൽ ഉത്തരത്തിൽ കിട്ടിക്കൊണ്ട് ചേട്ടനാണ്, അല്ലെങ്കിൽ എന്റെ ശരീരത്തിനെയും എന്റെ മുഖത്തെയും ഞാൻ മാനിക്കുന്നു. ഞാൻ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ നമ്മുടെ രേണു സുധീൻ്റെയും കിച്ചുവിൻ്റെയും ഒക്കെ വീട് കാണാൻ ഇടയായി. കാരണം സുധിലയം എന്ന് പറയുന്ന ആ ഒരു ഹോം ടൂറിൻ്റെ കുറേ പേര് വന്ന് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ അകത്ത് ഒരു ഇൻ്റർവ്യൂ ഞാൻ അതിൻ്റെ അകത്ത് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയണമെന്ന് തോന്നി. കാരണം ആ ഇൻ്റർവ്യൂ എടുക്കുന്ന ടൈം അതൊരു 7 മാസം 8 മാസം മുന്നേ അങ്ങനെ മറ്റും എടുത്തതാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്ന ടൈം രേണു എല്ലാ കാര്യങ്ങളും, അതായത് ആ വീട്ടിലുള്ള എല്ലാ പരിചയപ്പെടുത്തുന്ന ആ ഒരു വീഡിയോ ആണ് അതിൻ്റെ അകത്തുള്ളത്. ഒരു റൂം കിച്ചുവിൻ്റെതാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. കിച്ചു അപ്പോൾ ഉണ്ടായിരുന്നു, കിച്ചു ഉണ്ടായിരുന്നു അറിയില്ല, കിച്ചുവിൻ്റെ റൂം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ബെഡ്റൂം, 3 റൂം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെ അവിടെയുള്ള ഫർണിച്ചറിൻ്റെ ആയാലും കിച്ചണിലെ എല്ലാ കാര്യങ്ങളും രേണു പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിലിടയ്ക്ക് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അത് വലിയ കാര്യമായിട്ട് എല്ലാവർക്കും തോന്നണമെന്നില്ല, പക്ഷേ എനിക്കതെന്തോ ഒരു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനത് കിച്ചുവിൻ്റെ ആ വ്ളോഗും കണ്ടപ്പോഴാണ് എനിക്ക് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. ഞാൻ ആദ്യം ആ വീഡിയോ ഒന്ന് വെക്കാം, ആ ഹോം ടൂറിൻ്റെ വീഡിയോ ഒന്ന് വെക്കാം, അതിനുശേഷം ഞാൻ എന്താണ് കാര്യം എന്ന് പറയാം. ഫോട്ടാണെങ്കിൽ ഇതെല്ലാം സ്റ്റൈൽ ചെയ്തൊക്കെ അവർ തന്നെയായിരുന്നു. അറിയില്ല, ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഹൃദയങ്ങളാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ശരിക്കും അറിയത്തില്ല ആരൊക്കെ എന്താണ് സ്പോൺസർ ചെയ്യുന്നത്. ഞങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പാല് കാച്ചട്ടെ, പാല് കാച്ചാനുള്ള പാത്രവും പാലും മേടിച്ചുകൊണ്ട് വരും. വേറെ ഒന്നുമില്ല, വേറെ എല്ലാം ഈ വീട്ടിലുണ്ടായിരുന്നു ഓൾറെഡി. സത്യം പറഞ്ഞാൽ എല്ലാം ദൈവം അവരുടെ മനസ്സിൽ തോന്നിച്ചിട്ടല്ലേ, സൂചേരനുള്ള സ്നേഹം കൊണ്ട് തോന്നിച്ചിട്ട് നമുക്ക് കിട്ടിയത് എല്ലാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പറയുന്നത് ജഗദീഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. സൂചേട്ടനും ആയിക്കോട്ടെ, രേണുജിക്ക് ആയിക്കോട്ടെ, ജഗദീഷ് ചേട്ടൻ. ഇത് നമ്മുടെ വൃദ്ധപ്പനാണ് ഈ ഫോട്ടോയിനകത്ത് കാണുന്നത്. നമ്മുടെ രണ്ടുപേരും കൂടെ ഉള്ള പണ്ടത്തെ പ്രേമിച്ചൊക്കെ നടന്ന സമയത്തെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. അല്ലല്ല, കിച്ചു ഫ്രണ്ടില് നീന്തുന്ന. അപ്പൊ ഞാൻ സൂചേട്ടൻ സെൽഫി എടുത്തു. അതുപോലെ തന്നെ ഈ ഫോട്ടോ, ഇത് നമ്മുടെ കിച്ചുവിന് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു? അവന് 12 വയസ്സുള്ളപ്പോൾ. അപ്പം നമ്മുടെ ലിവിംഗ് റൂം കയറുമ്പോഴത്തേക്കും മുകളിലിങ്ങനെ ആ സെൻട്രൽ ഹോളിൻ്റെ അകത്ത് അവിടെ സുധിച്ചേട്ടൻ്റെ ഫോട്ടോ, പെർഫ്യൂമും അതൊക്കെ വെച്ച അതിൻ്റെ കുറച്ച് മാറിയിട്ടായിരുന്നില്ലേ അവിടെ ഇവരുടെ ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് രേണു, സുധി, പിന്നെ കിച്ചു, ഇവരുടെ ഫാമിലി ഫോട്ടോ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഹോം ടൂർ എന്ന് പറയുന്ന ആ വീഡിയോൻ്റെ അകത്ത്. അപ്പോൾ തൊട്ടിപ്പുറത്തെ മേശമിലാണെങ്കിൽ ട്രോഫീസും പിന്നെ അവിടെ ഋതപ്പനെ ജഗദീഷ് ചേട്ടനെ എടുത്തുകൊണ്ടുള്ള ഒരു ഫോട്ടോസും വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ഷോൻ്റെ അകത്ത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സുധി എന്ന് പറയുന്ന കലാകാരൻ അനുകരിച്ചത് ജഗദീഷ് ചേട്ടനെയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജഗദീഷ് ചേട്ടനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്റ്റാർ മാജിക്കിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഋതപ്പനെ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട് ജഗദീഷ് ചേട്ടൻ. അപ്പോൾ ആ ഒരു ഫോട്ടോയും ആ ട്രോഫീൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ആ ഹോം ടൂർ എന്ന് പറയുന്ന വീഡിയോൻ്റെ അകത്ത്. പക്ഷെങ്കിൽ കിച്ചു എടുക്കുന്ന വീഡിയോൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ട്രോഫി കാണാൻ പോകുമ്പോൾ ആ ഫാമിലി ഫോട്ടോ അവിടെ ഇല്ല. അതുപോലെ തന്നെ ആ ഋതപ്പൻ ജഗദീഷ് ചേട്ടൻ്റെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഫോട്ടോ അവിടെ ഇല്ല, അതവിടെ മാറ്റി ആ ഫാമിലി ഫോട്ടോ വെച്ച് അവിടെ ഇപ്പോൾ ഒരു കസേര ഇട്ടിട്ടാണ് ഉള്ളത്. നിങ്ങൾ ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കാം. അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടു നോക്കും, അതിൻ്റെ അകത്ത് അങ്ങനെയുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റി, ആ ഫാമിലി ഫോട്ടോ അവിടെ എടുത്ത് മാറ്റി. സുധിച്ചേട്ടൻ്റെ ആ ഫോട്ടോ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. ഇവർ ഫാമിലി ഫോട്ടോ ആയിട്ട് വെച്ചത് ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ രേണു എനിക്ക് തോന്നുന്നു ഇവരെ ഇൻ്റർവ്യൂ എടുക്കാൻ വരുമ്പോഴോ അങ്ങനെ മറ്റും മാത്രമേ അവിടെ വെക്കുന്നുണ്ടാവുള്ളൂ. കാരണം അത് അവിടെ വെച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, അതെടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നും ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ അത് അവിടെ ഇല്ല. നാഴികയ്ക്ക് 40 വട്ടം രേണു പറയും എൻ്റെ സുധിച്ചേട്ടൻ അല്ലെങ്കിൽ എൻ്റെ കിച്ചു, എൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിലും രേണുവിന് അത്ര വലിയ സ്നേഹം കിച്ചുവിനോടുണ്ടോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ അത്രയും നല്ലൊരു ആത്മാർത്ഥ സ്നേഹമാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ രേണുവിനെ ഫുൾ നെഗറ്റീവായിട്ട് പറഞ്ഞ് പല റിയാക്ഷൻ വീഡിയോസ്, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കിച്ചു ഒരു വീഡിയോ ആയിട്ട് വരണ്ടേ, ഇനി ഇങ്ങനെയൊന്നും പറയരുത്, കാരണം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, എനിക്ക് ആ വീട്ടിൽ നല്ല പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് ആ വീട്ടിലെ എല്ലാവരും എന്നോട് നല്ല രീതിയിലാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ട് കിച്ചു വരേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ കിച്ചു അങ്ങനെ ഒരു വീഡിയോ ആയിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഇന്നലെ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് ആ വീടും ഒക്കെ നിർമ്മിച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തിയും പറയുന്നുണ്ട് കിച്ചുവിന് നല്ല വിഷമമുണ്ട്,
അത് എന്നോട് പറഞ്ഞു, പക്ഷെ ഞാനിത് പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ രേണു പറയുന്നത് പച്ചക്കള്ളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കിച്ചുവിന് പല കാര്യങ്ങളും പുറത്തേക്ക് പറയണമെന്നുണ്ട്, പക്ഷേ അവൻ എന്തോ പേടിച്ചിട്ടോ മറ്റും പറയാത്ത പോലെയായിട്ടാണ് തോന്നിയത്. രേണുവിന് സുധി എന്ന് പറയുന്ന കലാകാരനോട്, രേണു സുധി എന്ന് പറയുന്നതല്ലാണ്ട് ആ സുധി എന്ന് പറയുന്ന കലാകാരനോട് യാതൊരുവിധ ഒരു ബഹുമാനമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുപോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളൊന്നും ചാക്കിൽ കെട്ടിയിട്ട് ബെഡിനടിയിലൊന്നും വെക്കില്ലായിരുന്നു. എന്ത് തന്നെയാലും ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സുധി ചേട്ടനാണെങ്കിൽ ആ ട്രോഫീസൊക്കെ വെക്കേണ്ടത് കയറുന്ന അകത്ത് അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ ഫോട്ടോൻ്റെ അടുത്തൊക്കെ ആയിട്ടായിരുന്നു വെക്കേണ്ടത്. മുൻകാലത്തെ താമസിച്ചിരുന്ന വീട്ടിലൊക്കെ അങ്ങനെയായിരുന്നു കണ്ടത്. എന്നാൽ ഇപ്പോൾ സ്ഥലമില്ല, സൂക്ഷിച്ചു വെക്കുന്നതാണെന്നൊക്കെ വെറുതെ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ആരെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ഇൻ്റർവ്യൂ വരുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഹോം ടൂർ എന്ന് പറയുന്ന വീഡിയോൻ്റെ അകത്ത് എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് വലിയ കാര്യമാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അത് ഞാൻ അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ 2 ഫോട്ടോസും ഇപ്പോൾ അവിടെ ഇല്ല. പിന്നെ രേണു ഒരു ബൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മുന്നേ കൊടുത്തിട്ടുള്ളതായിരുന്നു. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അതിൻ്റെ അകത്ത് രേണുവിനോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണു പറയുന്നുണ്ട്, എന്നെ കൂടുതലും ഇഷ്ടപ്പെടുന്നത് അമ്മമാർക്കാണ്. കുറേ പേര്, അതായത് ഭർത്താക്കന്മാരൊക്കെ മരിച്ച അവരൊക്കെ എന്നോട് വിളിച്ച് പറയുന്നുണ്ട്, ചേച്ചി ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കുന്നത്, നമ്മളാ മറ്റായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തേനെ ഇങ്ങനെ ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞിട്ട് രേണു തന്നെ രേണുവിനെ പൊക്കുന്നുണ്ട്. രേണുവിന് ഇതുവരെയായിട്ടും മനസ്സിലായിരുന്നില്ല. കൂടുതലും രേണു നെഗറ്റീവാണ്. രേണുവിനെ പോസിറ്റീവായിട്ട് പറയുന്ന ഒരു ചുരുക്കം വരെ ഉള്ളൂ. കാരണം രേണു ഓരോരിക്കൽ പറയുന്ന കാര്യങ്ങൾ രേണുവിന് തന്നെ ആപത്തായിട്ട് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന ചില ഭാഗങ്ങൾ കൂടി ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ പുതിയ പ്രൊജക്ട് ഇന്നലെ മൂവിയുടെ നമ്മുടെ പൂച്ചയ്ക്ക് വരുന്ന മൂവിയിൽ നമ്മൾ അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ പോകുന്നത്. ഭയങ്കര സന്തോഷം. കാരണം ഒരുപാട് നമ്മൾ എന്താ പറയുക, നെഗറ്റീവ്സ് പകുതി കുറച്ച് ഉണ്ടെങ്കിലും അതിലുപരി അതിലും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ആളുകളാണ് കൂടുതലുള്ളത്. അത് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ സ്നേഹത്തിനും നന്ദി. ഇനി മുന്നോട്ടുള്ള ഞങ്ങളുടെ ലൈഫിലെ ഓരോ എന്താ പറയുക മേഖലയും, ഞങ്ങളുടെ ഓരോ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഈ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദി. വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെപ്പോലുള്ള സാധാരണ വളർന്നു വരുന്ന കലാകാരന്മാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. നല്ല മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള നല്ല മനസ്സുകൊണ്ട് ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളാണ് നമുക്ക് കമന്റായിട്ട് നല്ല മനുഷ്യർ തരുന്നത്. ബാക്കിയുള്ളവരുടെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എല്ലാവരോടും നന്ദി. ഞാൻ എന്നും പറയുന്ന പോലെ ഓരോ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഓരോന്നും നമ്മൾ എന്തായാലും നമ്മൾ റിജക്ട് ചെയ്യണില്ല, എല്ലാം സ്വീകരിക്കുന്നു. എല്ലാവരോടും സപ്പോർട്ട്. ചേച്ചി സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പ് ഫ്രണ്ട്സായിട്ട് ഒരുപാട് ടിക്ടോക്ക് അതുപോലെ തന്നെ മ്യൂസിക് ലാംഗ്വേജ് പെട്ടെന്ന് നമുക്ക് ഒരാളെ അറിയണമെങ്കിൽ ഭയങ്കര പാടായി സോഷ്യൽ മീഡിയ. ചേച്ചി എനിക്ക് ഇറങ്ങി പെട്ടെന്ന് പറഞ്ഞാൽ ചേച്ചി പെട്ടെന്ന് വളർച്ച പെട്ടെന്നായിരുന്നു. അത്രമാത്രം കിട്ടും. പിന്നെ ആളനുസരിച്ചുള്ള ആദ്യമൊക്കെ ഭയങ്കര സൈലൻ്റായിരുന്നു. പിന്നെ ലാസ്റ്റ് ചെന്നായി മറ്റേ ഫ്ലവേഴ്സ് വന്ന സമയത്ത് ഭയങ്കര സൈലൻ്റായിരുന്നു. ആ വീഡിയോസ് എനിക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ആ വീഡിയോ ഭയങ്കര സൈലൻ്റായിരുന്നു. നാളെ പെൺകുട്ടി ആ ഒരു ലെവലായിരുന്നു വന്നത്. അതിന് ശേഷം പെട്ടെന്ന് രേണു ഇതിനകത്ത് രേണുവിനെ തന്നെ പൊക്കി പറയുകയാണ്. രേണു വിചാരിച്ചിരിക്കുന്നത് രേണു വലിയ എന്തോ സംഭവമാണെന്ന് മാറ്റാണ്. കാരണം ആൽബത്തിലൊക്കെ അഭിനയിച്ച അത്രയും വലിയ ആയെന്നൊക്കെ പറഞ്ഞിട്ട് രേണു എന്തോ ആണ് വിചാരിച്ചിരിക്കുന്നത്. രേണു തന്നെ രേണുവിൻ്റെ മുൻകാലത്തെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും എടുത്ത് നോക്കും. അപ്പോൾ രേണുവിന് തന്നെ മനസ്സിലാവും രേണു അപ്പോൾ പറഞ്ഞത് എന്താണ്, ഇപ്പോൾ പറഞ്ഞത് എന്താണെന്നുള്ള കാര്യം. പിന്നെ കിച്ചുവിൻ്റെത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, രേണു പരിചയപ്പെടുത്തിയിരുന്നത് കിച്ചുവിനാണ് ഈ റൂം, കിച്ചുവിൻ്റെ മാത്രമാണ്, അവൻ എപ്പോൾ വന്നാലും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കിച്ചുവിൻ്റെ വ്ളോഗിൽ നോക്കുമ്പോൾ കിച്ചുവിനായിട്ടുള്ളൊരു റൂമൊന്നും കണ്ടിട്ടില്ല. ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. കിച്ചുവിനൊരു മുറി ഉണ്ടായിരുന്നെങ്കിൽ അത് എന്ത് തന്നെയാലും കിച്ചുവിൻ്റെ റൂം എന്ന് പറഞ്ഞിട്ടൊന്നും പറയും. രേണു പറയുമ്പോൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇന്നലത്തെ വീഡിയോൻ്റെ അത് പറയുന്നില്ല, എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് രേണുവിന് കൊള്ളുന്നുണ്ട് എന്നുള്ള അർത്ഥം. രേണുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഉള്ളത് കൊണ്ടല്ലേ രേണു പറയുന്നത് ഞാൻ വാടക വീട്ടിലേക്ക് താമസിക്കാം എന്നൊക്കെ. പിന്നെ ആ വീട് എടുത്തു വെച്ച ആൾ പറഞ്ഞത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെയായിരുന്നു മുന്നേ പറഞ്ഞത്. അതായത് കിച്ചും പിന്നെ ഋതപ്പനും സുധിച്ചേട്ടൻ്റെ അമ്മയും കൂടി താമസിക്കാനാണ് ഈ വീട് വെച്ച് കൊടുത്തതെന്ന് പറഞ്ഞു. അതന്ന് രേണുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. കാരണം അങ്ങനെ ആയിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് നുണയായി മാറി. പിന്നെ അതായത് ഫർണിച്ചറോ എന്തെങ്കിലും സംഭവം കേട് വന്നു കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് ശല്യം ചെയ്യുന്നതിനെക്കുറിച്ചും പറഞ്ഞു. പിന്നെ ആ ഫേസ്ബുക്കിൻ്റെ അടിയിൽ കമൻറ്റ് വന്നതൊക്കെ കണ്ടു, വേണമെങ്കിൽ ഞങ്ങൾ വീട് പൊളിക്കാം, പിന്നെ ആ സ്ഥലം അച്ഛൻ തന്നെ തിരിച്ചു കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റും ഞാൻ കണ്ടു. കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കിച്ചുവിൻ്റെ ബ്ലോഗിൻ്റെ താഴെ എത്രയോ കമൻസും കാര്യങ്ങളും 4000-4000 കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരും കിച്ചു റിപ്ലൈ കൊടുത്തിട്ടില്ല. എന്നാൽ കുറച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് അത്യാവശ്യം കുറച്ച് കമൻസിന് മാത്രമേ അവൻ ലൈക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കമൻസും കൂടി ഇവിടെ വയ്ക്കാം. അത് ഞാൻ ഒന്ന് പറയുകയും ചെയ്യാം.
അതിൻ്റെ അകത്ത് ഫസ്റ്റ് കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ പാവം തോന്നുന്നു സ്വന്തം വീട്ടിൽ അന്യനെ പോലെ എന്നുള്ളതാണ് ഫസ്റ്റ് കമൻറ്റ്. അതിന് 121 ലൈക്കോളം ഉണ്ട്. അതിന് കിച്ചു ലൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത കമൻറ്റ് എന്ന് വെച്ചാൽ ഹായ് കിച്ചു, ഗോഡ് ബ്ലെസ് യു. ഇനി പോകുമ്പോൾ ഋതപ്പനും ഒരു മിഠായി കൊടുക്കണേ. രണ്ടുപേരും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്ന് പറയുന്നതിൻ്റെ അകത്ത് ലൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സുധിച്ചേട്ടനെ പോലെയാണ് ഹെൽമെറ്റ് ഇട്ടപ്പോൾ കിച്ചുവിനെ കാണാമെന്ന് പറയുന്നതിൻ്റെ അകത്ത് ലൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈക്ക് ചെയ്തത് കിച്ചു, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആ നല്ല മനുഷ്യൻ്റെ പേര് എന്നും നിലനിർത്തണം, നീ അനിയനെ നോക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കിച്ചു ഇടയ്ക്ക് കുഞ്ഞിനെ കാണാൻ പോണം, അവനു അതു സന്തോഷമാണ്. പിന്നെ അങ്ങനെയുള്ള കമൻസിനാണ് കൂടുതലും ലൈക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ സുധിച്ചേട്ടൻ ഈ ലോകം വിട്ടു പോയിട്ടില്ല, അത് മനസ്സിലായി. ആ ഹെൽമെറ്റ് വെച്ച് നിന്ന നിൽപ്പുണ്ടല്ലോ കിച്ചു മോനെ, കുഞ്ഞിനെ നല്ലോണം നോക്കണം. അതായത് കുറേ പേര് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് അതായത് ആ വീട്ടിൽ പോയപ്പോൾ അന്യനെ പോലെ ആയിട്ടാണ് തോന്നിയത് എന്ന് പറഞ്ഞിട്ട് അതിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവനും അത് തോന്നിയെന്നല്ലേ. കാരണം ആരും അങ്ങനെ വലിയ കാര്യത്തിൽ സംസാരിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. ഏതോ ഒരു വീട്ടിൽ നിന്ന് ഒരിക്കൽ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് അപരിചിതർ പോയ പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ അകത്ത് അങ്ങനെ വല്ല സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ആ വ്ളോഗിൻ്റെ അകത്ത് വരണം, ഒന്നും വന്നിട്ടില്ല. പിന്നെ പ്രധാനമായിട്ട് രേണുവിനെ കുറിച്ചിട്ട് ഒരു വോയിസും കൂടി ഇതിൻ്റെ അകത്ത് ഞാൻ വയ്ക്കാം. അപ്പോൾ ഒരു കൊല്ലത്തുള്ള ഒരു ചേച്ചിയുടെ ഒരു വോയിസാണ്. അത് ഏതൊരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടു. അപ്പോൾ ആ വോയിസ് ഞാനൊന്ന് ഇവിടെ എൻ്റെ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. സുധിയുടെ ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിന് അവർ തന്നെ പറഞ്ഞതാണ്, അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അളക്കരുത്, അവളെപ്പോലെ ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവർ പറയുന്നത്. അവർ അടുപ്പിക്കത്തും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരങ്ങോട്ട് അടുപ്പിക്കത്തും ഇല്ലെന്ന് പറഞ്ഞു. അവൾ ഒരുത്തിയാണ് ഈ സുധിയുടെ ജീവിതം ഇത്രയാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അവൾ കാണിച്ചു കൂട്ടുന്ന നോക്കിയിട്ട് നമ്മളോട് ആരും ഒന്നും പറയാൻ വരരുത്, അവളായി അവളുടെ ജീവിതമായി അവിടെ പാടായി, നമുക്ക് ആകെ ആ കൃതപ്പനോടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് അവരെല്ലാവരും പറയുന്നുണ്ട്. പിന്നെ ഇവൾ കാണിക്കുന്ന മുഴുവൻ പട്ടി ഷോ. പക്ഷേങ്കിൽ ഇതിനകത്തെല്ലാം പെട്ടുപോകുന്ന ആ പാവൻ 2 പിള്ളേരാ. ആ കൃതപ്പനെ അവൾ നോക്കുന്ന പോലുമില്ല. കിച്ചുവിൻ്റെ അവസ്ഥ കണ്ടില്ലേ? കിച്ചു ഒന്നും പുറമേ കാണുന്ന പോലെ ഒന്നും അല്ല. ആ ചെറുക്കനൊക്കെ ഇവളെ കൊണ്ട് മടുത്തിരിക്കുക. നാണം കേട്ടിട്ട് വെളിയിലിറങ്ങാൻ മേലാത്ത അവസ്ഥ. അവരുടെ വീട്ടുകാരോടൊന്നും പറയുന്നേക്കണം. വേണേ ഇപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ ഇവള് വേറെ കുറേ തെളിവും കൊണ്ട് വരുമായിരിക്കും, അല്ലെ ആ കിച്ചുവിനെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും, അല്ലെങ്കിൽ സുധിയുടെ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും. ആരെ കൊണ്ട് എന്നെയൊക്കെ പറഞ്ഞ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാലും അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് കേട്ടതാണ്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇനി നമ്മൾ കള്ളം പറഞ്ഞാന്ന് വിളിച്ചാലും നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷെ ഇവള് പക്ക ഫ്രോഡെന്ന് വെച്ചാൽ പക്ക ഫ്രോഡാണ്. ഇവള് ഒതുങ്ങി ജീവിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവക്ക് ജീവിക്കാം. പക്ഷെ ഇവള് സുധി മരിച്ചിട്ട് ഇവള് സ്വാതന്ത്ര്യത്തോടെ അങ്ങ് ഇറങ്ങിയിരിക്കുക. പക്ഷേ എങ്കിൽ ജീവിതം പോകുന്നത് ഈ പറയുന്ന കിച്ചുവിൻ്റെയും ആ ഋതപ്പൻ്റെയും ജീവിതമായിരിക്കും പോകുന്നത്. ഇവിടെ വീട്ടുകാർക്ക് എന്താ, അവർക്ക് വലിയ വീട് കിട്ടി, കുറേ ഇവള് പോയി കൊണ്ടുവന്ന് കുറേ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്, അവർക്കത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പോകുന്ന ആ കിച്ചുവിന് ഇപ്പം അച്ഛനുണ്ടോ അമ്മയുണ്ടോ ആരുമില്ല. ഇവള് കിച്ചു എൻ്റെ മോനെന്ന് പറയുന്നുണ്ട്. ഇവളെന്തുവാ ചെയ്യുന്നത്? ഒരു കൊച്ചിന് സ്കൂൾ തുറന്നപ്പോൾ ബാഗ് പോലും മേടിച്ചു കൊടുക്കാൻ ഇല്ലാത്തോളാം കിച്ചുവിന് പോക്കറ്റ് മണി കൊടുക്കാൻ പോകുന്നു. ഇവള് പറയുന്നത് നട്ടാക്കുരുക്കാത്ത നുണകളാണ് പറയുന്നത്. ഇവളെപ്പോലെ ഒരു കള്ളി ഈ ലോകത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങുന്നൊരു സമയം വരും, എല്ലാവരും താഴെ ഇടുന്നൊരു സമയം വരും. അന്ന് ഈ പറയുന്ന പ്രതീക്ഷയും കാണത്തില്ല, ഒരുത്തനും കാണത്തില്ല, ഇവിടെ വീടും കാണത്തില്ല, കൂടും കാണത്തില്ല, ഒന്നും കാണത്തില്ല. നിങ്ങളൊക്കെ പറയുന്ന പക്കാ സത്യമാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളിനി അവളെ എന്നൊക്കെ പറഞ്ഞാലും കുറേ പേര് ന്യായീകരിച്ചുകൊണ്ട് വരുമായിരിക്കും. അയ്യോ അവൾക്ക് ജീവിക്കണ്ടേ, എല്ലാവരും ഇങ്ങനെ കോപ്രായം കാണിച്ചിട്ടാണോ ജീവിക്കുന്നത്? ആരും കോപ്രായം കാണിച്ചിട്ടൊന്നുമല്ല ജീവിക്കുന്നത്. ഇവള് മാത്രമല്ല ഈ കോപ്രായം കാണിച്ചു കൂട്ടുന്നത്. ഉള്ള കാര്യമാണ് പറഞ്ഞത്. അവളെ ആർക്കും ഇഷ്ടമല്ലെന്നാണ്, ആർക്കും ഇഷ്ടമല്ല. ഇവളിങ്ങനെ കിടന്ന് ചേട്ടത്തി എന്നും വിളിക്കും, ചേട്ടൻ എന്നും വിളിക്കും, വെറുതെയാ, ഒന്നുമില്ല. അവർക്ക് ആർക്കും ഇഷ്ടമല്ല ഇവളെ.
ഇത് വോയിസ് കേട്ടല്ലോ, അതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ കിച്ചുവിനൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. കാരണം ഈ കാണിക്കുന്ന ഇതൊന്നും വലിയ ഇഷ്ടമല്ല. പിന്നെ ആ ചേട്ടനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്കൊക്കെ നല്ല മതിപ്പ് തന്നെയാണ് രേണുസുധീനെ കുറിച്ചിട്ട്. എനിക്കും രേണുസുധീൻ്റെ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ കോപ്രായം പോലെയൊക്കെ ആയിട്ട് തന്നെ തോന്നാറുണ്ട്. വലിയ ഇതായിട്ടൊന്നും തോന്നില്ല. പക്ഷേ രേണു പറയുന്നത് രേണുവിൻ്റെ എല്ലാം ഹിറ്റാണ്, അങ്ങനെയാണ്, എൻ്റെ കൈസും പൈസയില്ല. പിന്നെ പോക്കറ്റ് മണീനെ കുറിച്ചിട്ടും രേണു പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ അടുത്ത് ഉള്ളതുപോലെ ഞാൻ അയച്ചു കൊടുക്കുന്നു. പക്ഷേങ്കിൽ ഈ ചേച്ചി ഇതിൻ്റെ അകത്ത് പറയുന്നിടത്തൊരു കാര്യമുണ്ട്. ഒരു ബാഗ് വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ലാത്തതാണ് പോക്കറ്റ് മണി കൊടുക്കുന്നത് എന്നുള്ളത്. അതും എനിക്ക് എന്തോ അത്ര ഇതായിട്ട് തോന്നുന്നില്ല. അത് പക്ഷേ കിച്ചുവാണ് പറയേണ്ടത്. എനിക്ക് അമ്മ പൈസ അയച്ചെടുത്തിട്ടുണ്ട് എന്ന് കിച്ചു പറഞ്ഞാൽ ഓക്കെ, സത്യമാണെന്ന് പറയാം. പക്ഷെ ഇപ്പോൾ ഈ ഒരു സാഹചര്യം വെച്ചിട്ട് രേണു പറയുന്നത് വിശ്വസിക്കാൻ തോന്നില്ല. കാരണം ഡെയിലി ഷൂട്ടുള്ള ഒരാൾക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ മകന് ബാഗ് വാങ്ങിച്ചു കൊടുക്കാനും പൈസ ഇല്ല. രേണു തന്നെയാണ് പറഞ്ഞത്. രേണുവിൻ്റെ പറയുന്ന ഇത് തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാലും കിച്ചുവിൻ്റെ കാര്യമാണ് ഇപ്പം കൂടുതലും കഷ്ടമായിട്ടുള്ളത്. എന്ത് പറയാനാ.